അഹംഭാവവും സ്വാർത്ഥതയും മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെന്ന് തോന്നും. അഹങ്കാരവും പൊങ്ങച്ചവും സംസ്കരിക്കപ്പെടാത്ത മനസ്സുകൾക്ക് ഒരു അലങ്കാരമായി തോന്നുന്നു. പക്ഷെ അതൊന്നും മനുഷ്യനെ ഉയരങ്ങളിലേക്ക് നയിക്കില്ല. മാത്രമല്ല, ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് തന്നെ. ഈ കഥ ആ വലിയ സത്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഹൃദ്യമായി വരച്ചു കാണിക്കുന്നത്. ധാരാളം യാത്രക്കാരുമായി ഒരു കപ്പൽ നടുക്കടലിലൂടെ അതിവേഗം സഞ്ചരിക്കുകയായിരുന്നു. യാത്രക്കാരെല്ലാം യാത്രയുടെ ആഹ്ലാദത്തിൽ മുഴുകിയിരിക്കുന്നു. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി. കനത്ത പേമാരിയും ശക്തമായ കാറ്റും കടലിനെ ഇളക്കി മറിച്ചു. പ്രക്ഷുബ്ധമായ ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ കപ്പൽ തകർന്നു. പലരും കടലിൽ മുങ്ങി മരിച്ചു. 2 സുഹൃത്തുക്കൾ മാത്രം നീന്തി വിജനമായ ഒരു ദ്വീപിൽ എത്തപ്പെട്ടു. ആൾതാമസമോ പച്ചപ്പോ ഇല്ലാത്ത ആ ദ്വീപ് മരുഭൂമി പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവരുടെ കയ്യിൽ അല്പം ശുദ്ധജലം മാത്രമാണുള്ളത്. എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു. രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും അവർ കണ്ടില്ല. വല്ല കപ്പലുകളോ മറ്റോ ദ്വീപിനടുത്തുകൂടി പോകാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. തങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നവർക്ക് ബോധ്യമായി. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർ തീരുമാനിച്ചു. ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകണേ എന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരിലെ ഒന്നാമന് താൻ താരതമ്യേന നല്ലവനാണെന്ന അഹംഭാവം ഉണ്ടായിരുന്നു. പ്രാർത്ഥന സ്വീകരിക്കുകയാണെങ്കിൽ അത് തൻ്റെ പ്രാർത്ഥന ആയിരിക്കും എന്ന് ഒന്നാമൻ ചിന്തിച്ചു. ഒന്നാമൻ പറഞ്ഞു, നമ്മൾ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുക എന്ന് അറിയില്ലല്ലോ. അതിനുവേണ്ടി നമുക്ക് 2 ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമൻ അത് അംഗീകരിച്ചു. അങ്ങനെ അവർ ദ്വീപിനെ വടക്കെന്നും തെക്കെന്ന് 2 ഭാഗങ്ങളെ തിരിച്ചു. ഒന്നാമൻ തെക്ക് ഭാഗത്തു നിന്നും മറ്റേയാൾ വടക്ക് ഭാഗത്തു നിന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒന്നാമൻ പ്രാർത്ഥിച്ച തെക്ക് ഭാഗത്തെ നിറയെ ഫലങ്ങളുള്ള ഒരു വൃക്ഷം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവർ 2 പേരും സുഭിക്ഷമായി ആ ഫലങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കി. വീണ്ടും 2 ഭാഗങ്ങളിൽ നിന്നായി അവർ പ്രാർത്ഥന തുടങ്ങി. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വസ്ത്രം നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ വീണ്ടും ഒന്നാമൻ പ്രാർത്ഥിച്ച തെക്ക് ഭാഗത്തെ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവർ തങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. വീണ്ടും 2 ഭാഗങ്ങളിൽ നിന്നായി പ്രാർത്ഥന തുടങ്ങി. ഇപ്രാവശ്യം അവർ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന ഒരു തോണി നൽകണേ എന്നാണ്. ഉടനെ വീണ്ടും ഒരിക്കൽ കൂടി ഒന്നാമൻ പ്രാർത്ഥിച്ച തെക്ക് ഭാഗത്തെ ഒരു തോണി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ അയാൾ തോണിയിൽ കയറി യാത്ര ആരംഭിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി മുഴങ്ങി, എന്തുകൊണ്ട് നിന്റെ സുഹൃത്തിനെ കൂടി തോണിയിൽ കയറ്റുന്നില്ല? ഒന്നാമൻ പറഞ്ഞു, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്ത അവനെ കയറ്റിയാൽ ദൈവകോപം മൂലം തോണി മുങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അയാളെ കയറ്റാതെ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത്. ഉടനെ അശരീരി പറഞ്ഞു, ആരുടെ പ്രാർത്ഥനയാണ് ഞാൻ സ്വീകരിച്ചതെന്ന് നിനക്കറിയാമോ? വടക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന നിൻ്റെ സുഹൃത്തെ ദൈവത്തോട് അപേക്ഷിച്ചത് തെക്ക് ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ സുഹൃത്ത് ചോദിക്കുന്നത് എല്ലാം നൽകണേ എന്നാണ്. അവൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ സ്വീകരിച്ചത്. ഇത് കേട്ടതോടെ ഒന്നാമൻ്റെ എല്ലാ അഹങ്കാരവും പൊങ്ങച്ചവും ഇല്ലാതായി. രണ്ടാമനെ കൂടി തോണിയിൽ കയറ്റി അവർ ഒരുമിച്ച് കരയിലേക്ക് യാത്രയായി. ദ്വീപിൽ അകപ്പെട്ട പ്രതിസന്ധി സമയത്തും ഒന്നാമൻ താൻ ദൈവത്തിൻ്റെ അടുത്തയാളാണെന്നുള്ള ഈഗോ കാണിക്കാനാണ് ഒരുമ്പെട്ടത്. ഏത് പ്രതിസന്ധിയിലും അറിയാതെ ഇത്തരം ഈഗോകൾ ആരുടെ മനസ്സിലും ഉയർന്നു വരും. അത് മനുഷ്യ സഹജമാണ്. മനസ്സിൻ്റെ സംസ്കരണത്തിലൂടെ മാത്രമാണ് ഇത്തരം മോശമായ മാനസികാവസ്ഥകൾ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ മനസ്സിൽ അങ്കുരിക്കുന്ന ഇത്തരം ചിന്തകളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഇത്തരം കഥകൾ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും സ്വയം ബോധവാനായി വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും കേൾക്കാത്ത, വായിക്കാത്ത, പുതിയ ചിന്തകൾ ഉൾക്കൊള്ളാൻ പഠനങ്ങൾ നടത്താത്ത ഏതൊരാളും മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാൽ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വാർത്ഥത നല്ലപോലെ പരിമിതപ്പെടുത്തുന്നതിലൂടെ മാനുഷിക മൂല്യങ്ങൾ പരിധിയില്ലാതെ വളരാൻ ആവശ്യമായ വഴികൾ നാം തുറക്കുന്നു. വലിയ മൂല്യവത്തായ കാര്യങ്ങൾ കഥകളെ കൂട്ടുപിടിച്ചാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഇവിടെ ഓർപ്പിക്കട്ടെ. ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.